നമസ്കാരം. ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചൊരു വീഡിയോ ആണ്. ഇന്നലെ തന്നെ നമ്മൾ യൂട്യൂബേഴ്സ് ഒക്കെ സംസാരിക്കുന്നുണ്ട്, നമ്മൾ ഈ വിഷയം സംസാരിക്കണേ വേണ്ട, ചെയ്യേണ്ട പോട്ട് എന്ന് പറഞ്ഞ് കളഞ്ഞൊരു വീഡിയോ ആണ്. കാരണം നമ്മൾ ചെയ്താലും അതിന്റെ താഴെ വരുന്ന കമന്റുകൾ നമുക്കറിയാം. ഈയൊക്കെ കുറെ ഉണ്ടാക്കിയല്ലോടാ, കുറെ അവരെ ഈ പറയുന്ന എന്താണ് വിറ്റ് തിന്നല്ലോടാ എന്നുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നുണ്ട്. വേണ്ട എന്ന് കരുതി വിട്ടതാണ്. അതിനുശേഷം ഒരുപാട് പിന്നീട് റീൽസുകൾ വരുന്നുണ്ട്, നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കമന്റ്സുകൾ ഒരുപാട് വരുന്നുണ്ട് ഒക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ എന്റെ ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്തായാലും ഞാൻ പറയുക തന്നെ ചെയ്യും എന്ന് തീരുമാനിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നുള്ളതാണ്. മറ്റൊന്നുമല്ല, ഇന്നലെ നമ്മളൊക്കെ കാത്തിരുന്ന വീഡിയോ ആയിരുന്നു. അപ്പൊ ഞാൻ ഉൾപ്പെടെ, അതായത് ഈ ഇങ്ങനെ ഒരു അസുഖം ഉണ്ട് എന്ന് ഉറപ്പായവർ കുറച്ചുപേരുണ്ട്. കുറെ പേർക്ക് അറിയത്തില്ലായിരിക്കും. നമ്മളൊക്കെ തന്നെ ഈ ഒരു അസുഖം പറഞ്ഞുകൊണ്ട്, ഇങ്ങനെ ഒരു അസുഖം ഈ പറയുന്ന രേണു സുധിക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടപ്പോൾ തന്നെ നമ്മൾ ആ അസുഖം, ഒരു ശത്രുവിന് ഇങ്ങനെ ഒരു അസുഖം വന്ന് അത് തന്നെ നമ്മൾ അങ്ങനെ ഒരു അസുഖം വന്ന് കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞവരെ വീഡിയോ ഇട്ട് നമ്മളെ ആക്ഷേപിച്ചവരുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു ശത്രു ആയതുകൊണ്ട് അവൾക്ക് ഇല്ലാത്തൊരു അസുഖം നിങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനെയും ക്യാഷ് ഉണ്ടാക്കുന്നോ എന്ന് പറയുന്ന കൂട്ടുകാരികൾ ഉൾപ്പെടെ, തൊട്ടടുത്ത് നിൽക്കുന്ന കൂട്ടുകാരികൾ ഉൾപ്പെടെ പറഞ്ഞവരാണ്. അവിടെയൊക്കെ ഈ ഒരു അസുഖം വന്നപ്പോൾ ശത്രുക്കൾക്ക് പോലും, ഇപ്പോഴും ഞാൻ അതേ പറയുന്നത്, ശത്രുക്കൾക്ക് പോലും ഈ ഒരു അസുഖം വരരുതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എല്ലാവരും വീഡിയോ അയച്ച്. അതിനുശേഷം എനിക്കതിൽ ഒരു യൂട്യൂബറെങ്കിലും വീണ്ടും വിമർശിച്ചുകൊണ്ട് രേണു സുധിക്കെതിരായിട്ട് വീഡിയോ ഇട്ടൊന്നും ഞാൻ കണ്ടില്ല, ഞാൻ ചെയ്തിട്ടുമില്ല. മുമ്പൊക്കെ ഞാൻ ഒരുപാട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ ശക്തമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് രേണു സുധിക്കെതിരായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. അതിന് എനിക്ക് എന്തെങ്കിലും റിഗ്രറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, എനിക്ക് സീറോ റിഗ്രറ്റ് ആണ്. എനിക്ക് സീറോ റിഗ്രറ്റ് ആണ്. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൽ എനിക്ക് പശ്ചാത്താപം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പശ്ചാത്താപം ഇല്ല. വളരെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു പശ്ചാത്താപവും ഇല്ല. കാരണം ഞാനെന്ന് പറയുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള റിയാക്ഷൻ ചാനലുകൾ എന്ന് പറയുന്നത് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. അതായത് സമൂഹത്തിന് ദോഷകരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റിയാക്ഷൻ ചാനൽ തന്നെ കൊണ്ടു നടക്കുന്നത്. അതാണ് നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. അത് തന്നെയാണ്. ഈ രേണു സുധിയെ ആദ്യം നല്ല രീതിയിൽ ഈ പറയുന്ന റിയാക്ഷൻ ചാനലുകൾ എല്ലാവരും നിങ്ങൾ കുറ്റം പറയുമ്പോൾ രേണു സുധിയെ ആദ്യം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള യൂട്യൂബേഴ്സ് ആദ്യം വീഡിയോ ചെയ്തു. അത് നിങ്ങൾ ആരും മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ആൽബമൊക്കെ വന്നപ്പോൾ അവർക്ക് ജീവിക്കണ്ടേ, അവർക്ക് അങ്ങനെ ഇരുന്നാൽ പറ്റില്ലല്ലോ, അവർക്ക് ജീവിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് 99 അല്ലെങ്കിൽ 100% ആൾക്കാരും ഈ പറയുന്ന വീഡിയോ ചെയ്യുന്നത്. അതിനാർക്കും എതിരഭിപ്രായം. അതിനുശേഷം വന്ന രേണു സുധിയുടെ ഓരോ മറുപടികൾ, ഓരോ വാക്യങ്ങൾ, വായിൽ നിന്ന് വരുന്ന കേസുകൾ, കുറെ കള്ളം പറച്ചിലുകൾ, അതൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വിമർശിക്കേണ്ടതായിട്ട് വരും. നമ്മൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ട് വരും. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശം കൊടുക്കുന്നു എന്ന് അറിയുമ്പോൾ അത് രേണു സുധിയെ ആരായാലും ശരിയാണ്, സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശം കൊടുക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിമർശിക്കും. അത് രേണു സുധി ഇഷ്ടമായി വരും. വളരെ വളരെ വൺ സെലിബ്രിറ്റി ഉൾപ്പെടെ എന്തുമാത്രം ഭീഷണികൾ വന്നിട്ടുണ്ട്. അവസാനം ഈ ഏറ്റവും അവസാനം പറഞ്ഞ മറ്റേ ക്രിസ് വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉൾപ്പെടെ നമ്മൾ ചെയ്യുന്നത്, അതായത് ഒരു പക്ഷം അല്ലെങ്കിൽ രേണു സുധി പാവപ്പെട്ടതായതുകൊണ്ട് അങ്ങനെയൊന്നുമല്ല. അപ്പം നമ്മളിപ്പം ഒരാള് ഈ പറയുന്ന ഒരു സമൂഹത്തിന് മോശമായിട്ടുള്ള ഒരു സംഭവം ചെയ്യുമ്പോൾ നാളെ അവർക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടാവാം, അതുകൊണ്ട് എനിക്ക് വിമർശിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഇപ്പോഴും വളരെ സത്യസന്ധമായിട്ട് പറയുന്നത് എനിക്ക് സീറോ റിഗ്രറ്റ് ആണ്. കാരണം അന്ന് അവർ നമ്മളെ വിമർശിച്ചത് അവർ ചെയ്ത തെറ്റിനെയാണ്, അവർ പറഞ്ഞ കള്ളങ്ങളെയാണ്. ഇതിങ്ങനെ ചെയ്യരുത്, നിങ്ങൾ ചെയ്യുന്ന, അതായത് നമ്മളെ സഹായിച്ചവരെ തള്ളിപ്പറയരുത്. നമുക്ക് ഒരു കാലത്ത് നമ്മളെ സഹായിച്ചവരെ തള്ളിപ്പറയരുത്, അവരെ നിങ്ങൾ ദോഷം വരുത്തത് എന്ന് നന്നാവാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും പറഞ്ഞത്. അതിനുശേഷം അവസാന ഘട്ടങ്ങളിലൂടെ അടുക്കുമ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അത് ആ വഴിക്ക് തന്നെ പോകുമെന്ന് പറഞ്ഞു. പിന്നെ ഞാനതിന് വിട്ടത്. കാരണം ഞാൻ ഈ ഒരു 2-3 മാസത്തെ എൻ്റെ വീഡിയോസ് വളരെ കുറവാണ്. രേണു സുധിനെ കുറിച്ച് ചെയ്തത് വളരെ കുറവാണ്. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു സംഭവം അറിയുന്നത്. ഇങ്ങനെ ഒരു സംഭവം സ്റ്റേജ് ഉണ്ട്. അതായത് രേണു സുധി തന്നെ അതിനകത്ത് പറയുന്നത് ഏതാണ്ട് 2 ആഴ്ചയോളം ആയിട്ടുള്ളൂ ഇത് ഐഡന്റിഫൈ ചെയ്തത് അല്ലെങ്കിൽ കൺഫേം ആക്കിയത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം അതിന്റെ കുറച്ച് ചെറിയ ഭാഗങ്ങൾ കണ്ടിട്ട് നമുക്ക് പറയാം. ഞാൻ വീണ്ടും പറയാൻ കാരണം എൻ്റെ ഒരു സഹോദരിയാണെന്ന് കരുതി, എൻ്റെ ഒരു സഹോദരിക്കാണ് ഈ ഒരു അസുഖം വന്നതെന്ന് കരുതിക്കും, ഞാൻ ഇങ്ങനെയേ പറയുള്ളൂ. ഞാൻ അവിടെ ഈ പറയുന്ന പിന്നീട് വേറെ ഒന്നും ഇങ്ങനെ അവരെ സുഖിപ്പിക്കാൻ വേണ്ടി വേറെ പറഞ്ഞിരുന്നത്, എനിക്ക് എൻ്റെ സ്വന്തം ചോരയായാലും കൂടി ഞാൻ ഇങ്ങനെ പറയുള്ളൂ. കാരണം എനിക്ക് അന്ന് പറഞ്ഞതിൽ എനിക്കൊരു തെറ്റും തോന്നിയിട്ടില്ല, ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല. ഇനി ഇപ്പോഴീ വന്ന അസുഖത്തിൽ
എല്ലാവരെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നു എന്താണ് ഈ പറഞ്ഞാലും എത്രയും പെട്ടെന്ന് പോകട്ടെ. ഈ പറയുന്ന ഈ ക്യാൻസർ എന്ന് പറയുന്ന സർവൈവറാണ് കൂടുതലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ച് മനസാന്നിധ്യം ഉണ്ടെങ്കിൽ സുഖമായിട്ട് കയറി വരാം എന്നുള്ളതാണ് മനസ്സിലായത്. രേണുസുതിക്കൊക്കെ അതിനുള്ള മനസാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് റിക്കവർ ആയി വരുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇവർ പറയുന്നത് 4th സ്റ്റേജ് ആണ് എന്നാണ് പറയുന്നത്. എന്തായാലും കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. അതിപ്പോ ആരായിരുന്നു എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. കാരണം നമ്മൾ യൂട്യൂബിൽ സംസാരിക്കുന്ന നമ്മൾ വളരെ പെട്ടെന്ന് ഇത്രയും വലിയൊരു മാരക അസുഖങ്ങൾക്ക് എങ്ങനെ പിടിപെട്ടു, വളരെ മോശമല്ല, അയ്യോ അത് കഷ്ടമായിപ്പോയി, നമ്മൾ വിമർശിക്കുന്ന കാര്യം. പക്ഷെ ഇങ്ങനെ ഒരാളിങ്ങനെ ക്യാൻസർ വന്നപ്പോൾ അങ്ങനെയൊന്നും അല്ല വിമർശിക്കുന്നത്, അവർ ചെയ്ത തെറ്റുകളാണ്. അപ്പം മുമ്പ് ഇപ്പം ഈ ഒരു അസുഖം വന്നു എന്ന് കരുതി മുമ്പ് ചെയ്തതും തെറ്റല്ലാതാകുന്നില്ല. നമ്മുടെ ബിഷപ്പിന് ഉൾപ്പെടെ പറഞ്ഞ വാക്കുകളും തെറ്റില്ലാതാകുന്ന, അവർക്ക് വീട് കൊടുത്തവർക്ക്, സ്ഥലം കൊടുത്തവർക്ക്, മതിൽ കെട്ടി കൊടുത്ത, അവർക്ക് പിന്നീട് എന്താണ് ഈ പറയുന്ന പല പല ഉപകാരങ്ങൾ ചെയ്തവർക്ക് എല്ലാവരെയും തിരിഞ്ഞ് അവരെ തന്നെ ദോഷം പറയുന്ന രീതിയിലേക്ക് രേണുസുതി വരുമ്പോൾ അതിനെ വിമർശിക്കുക തന്നെ ചെയ്യും. നമ്മളത് കണ്ടടയ്ക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, ആദ്യം നമുക്കത് കേൾക്കാം. ശരിക്കും ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണോ? സത്യം അല്ല എന്നെങ്കിൽ നമുക്ക് അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്താണ് ചേച്ചി ശരിക്കും സത്യം? അതെ, ക്യാൻസർ ആണ്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വന്ന് കരയണ്ട എന്നോർത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതും. ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്തുനിന്ന് ഞാനിത് മറച്ചു വെച്ച് ഇത് പറയാൻ സമയമായി എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇപ്പം രേണുസുതി വെളിപ്പെടുത്തിയിരിക്കുന്നത് എനിക്ക് ഈ പറയുന്ന ക്യാൻസർ തന്നെയാണ്. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ ഞാൻ ഉൾപ്പെടെയുള്ള റിയാക്ഷൻ ചാനലുകൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞ സത്യമല്ല. നമ്മൾ കെട്ടിച്ചമച്ച് പറഞ്ഞതോ ഒരു ശത്രുവായത് കൊണ്ട് അല്ലെങ്കിൽ അവിടെ നശിച്ചു പോട്ടോ എന്ന് പറഞ്ഞതല്ല, കൃത്യമായി അറിഞ്ഞതിന് ശേഷം പറഞ്ഞതാണ് എന്നുള്ളത് ഇവിടെ തെളിയുന്നു. എനിക്കിവിടെയും ഇപ്പോഴൊരു ഞാൻ സങ്കടപ്പെടുന്ന മറ്റൊരു കേസ്, ഈ ഒരു കേസ് പറയുമ്പോൾ നമ്മളെയൊക്കെ വിമർശിച്ചുകൊണ്ട് കണ്ടവന്മാർ ഇതൊക്കെ ഇത് വെച്ചിട്ട് അസുഖം, ഇല്ലാത്തൊരു അസുഖം പറഞ്ഞ് ക്യാൻസർ പോലൊരു അസുഖം പറഞ്ഞ് അവൾക്ക് ആ അസുഖമാണ് എന്ന് പറഞ്ഞ് അവന്മാർ ക്യാഷ് ഉണ്ടാക്കുന്നു എന്ന് ഇവരുടെ കൂട്ടുകാരികൾ ഉൾപ്പെടെ വീഡിയോ ഇട്ടപ്പോൾ ആ വീഡിയോ എടുത്ത് ഷെയർ ചെയ്ത് അതിൽ ലൈക്കിട്ട കക്ഷിയാണ് വരുന്നത്. എനിക്ക് അവിടേക്കാണ് ഞാൻ ഇപ്പോഴും വിമർശിക്കുകയാണെന്ന് കരുതരുത്. അത് ഞാൻ ആലോചിക്കുകയാണ്. ഞാൻ എന്റെ പെട്ടെന്ന് ഇത് ചിന്തിച്ചത് ഞാൻ അങ്ങനെയാണ്. അന്ന് നമ്മളിത് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് കള്ളമാണെന്ന് പറഞ്ഞവരെ, നമ്മളെ ചീത്ത പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടവരെ അതിനെ എടുത്ത് ഷെയർ ചെയ്തിട്ട് പിന്നീട് ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ എന്തെല്ലാം എന്നെ കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞതാണ്. മനസ്സിലായോ? കുറച്ച് മോശമാണ്. ബ്രസ്റ്റിൽ നിന്നത് കഷത്തിലേക്ക് വ്യാപിച്ചു, ലിംഫ് നോഡ് വഴി ഹാർട്ടിൻ്റെ മസിലിലോട്ട് ചെറുതായിട്ട് വ്യാപിച്ചു, ലങ്സിലോട്ട് വ്യാപിച്ചു. അങ്ങനെ സ്റ്റേജ് 3 കഴിയാറായി. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇപ്പം കടന്നു. രോഗമായാലും ശരിക്കും ദൈവത്തോട് എന്താ ചേച്ചിക്ക് ചോദിക്കാനുള്ളത്? എനിക്ക് വരാനുള്ള അസുഖം ദൈവം തരാനുള്ളത് എനിക്ക് ദൈവം തന്നത് തന്നെയാണ്. നമുക്ക് നന്മ തരുന്നതും ദോഷം തരുന്ന എല്ലാം ദൈവം. എനിക്ക് ദോഷമായിട്ട് ഞാൻ ദൈവം തന്ന സന്തോഷത്തോടു കൂടി നമ്മൾ ആ രോഗം. ഇപ്പൊ ചേച്ചി ഓക്കെ, ഇത്രയും ഞാൻ വെക്കുന്നുള്ളൂ. രേണുസുതി തന്നെ അതിനകത്ത് പറയുന്നുണ്ട് എനിക്ക് ദൈവം തന്നതാണ് എന്നുള്ളത്. കാരണം രേണുസുതി അങ്ങനെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനർത്ഥം രേണുസുതിക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് ഞാൻ ചെയ്തതിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ട് എന്നുള്ളത്. രേണുസുതി അതുകൊണ്ട് തന്നെയാണ് ബിഷപ്പിന് ഫാദർ ലോബൽ ഫിലിപ്പിനെ വിളിച്ചിട്ട് മാപ്പ് പറഞ്ഞതും കരഞ്ഞതും. കാരണം നമുക്കറിയാലോ ഫാദറിന് എന്തൊക്കെയാണ് പറയുക, ബിഷപ്പാമ്പ് എന്ന് വരെ പറഞ്ഞ് ആക്ഷേപിച്ചതാണ്. അതൊരു വൈദികനാണ്. അപ്പം ഇവർക്കൊരു മനസ്സിൽ അവർ തോന്നിയിട്ടുണ്ട് ഇങ്ങനെയുള്ള പറച്ചിലുകൾ ദൈവനിന്ദയായിരിക്കും എനിക്ക് കിട്ടിയത് എന്ന് സ്വയമേ തന്നെ രേണുസുതിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ബിഷപ്പിനെ വിളിച്ച് മാപ്പ് പറയുകയും. പക്ഷെ ബിഷപ്പ് ഇവിടെ നമ്മൾ മറന്നു പോകുന്ന മറ്റൊരു കാര്യം, ബിഷപ്പാണ് ഇത്രയും തന്നെ വിമർശിച്ചിട്ടും ഇത്രയും ബിഷപ്പാമ്പ് എന്ന് വരെ പറയുകയും ഒരു പെണ്ണ് കേസ് വരെ പറഞ്ഞു പുള്ളിക്കെതിരായിട്ട്. അതുപോലെ പുള്ളിക്ക് രീതിയിൽ വരെ പല പരാമർശങ്ങളുണ്ട്. അവിടെയൊക്കെ ഇതൊക്കെ കേട്ടുന്നിട്ടും ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഷപ്പിനെ കൈയടിക്കേണ്ടത് അതൊക്കെ മറന്നുകൊണ്ട് ഒരു വൈദികൻ എങ്ങനെ ആകണം, ഒരു ഫാദർ എങ്ങനെയാകണം, ഒരു ബിഷപ്പ് എങ്ങനെയാണ്, അതൊക്കെ ഒരു മാതൃകയാണ്. ഈ ബിഷപ്പ് ചെന്നെല്ലാം പറഞ്ഞ് അവിടുത്തെ കുടുംബത്തിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചു. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പം ഈ രേണുസുതി മുമ്പ് കുറെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഈ അസുഖം ഇവരിങ്ങനെ പോകണം അങ്ങനെയൊന്നും ആരും ചിന്തിക്കില്ല. നമ്മളൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ളവർ എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് ആ ബിഷപ്പിന് ഞാൻ കൈയടിക്കുന്നുണ്ട്.
കാരണം എനിക്കിവിടെ അന്ന് ആ ബിഷപ്പ് ഫസ്റ്റ് അവിടെ പോയപ്പോൾ തന്നെ അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ തന്നെ നമുക്കത് മനസ്സിലായി. ഏറ്റവും കൂടുതൽ ഇവർ കുറ്റം പറഞ്ഞ മറ്റേ ഫിറോസ് വീട് കൊടുത്ത പുള്ളിയും ഇന്നലെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. പുള്ളിയും വളരെ സങ്കടത്തോട് കൂടി ഇതിന് ഇത്രയേ ഉള്ളൂ. നമുക്കെതിരായിട്ട് ഒരു കാര്യം പോലും അവർ വിമർശിക്കും എന്ന് പറഞ്ഞ് ജീവിതകാലം മൊത്തം അവര് നരകിച്ചു പോകണമെന്നോ ഈ പറയുന്ന ഇല്ലാതായി പോകണമെന്നൊന്നും അല്ല. അവര് നന്നാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. നമ്മൾ പറഞ്ഞത് ഞാൻ ഉൾപ്പെടെ എനിക്ക് ഇപ്പോഴും 100% ഉറപ്പുണ്ട്. ഒന്നുമില്ലാത്ത ഒരു കാര്യം പോലും ഉണ്ടാക്കിയോ അവരെ മനഃപൂർവ്വം അവമാനിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞതായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കത് 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എനിക്കൊരു റിഗ്രറ്റും ഇല്ല എന്നുള്ളത്. കാരണം നമുക്ക് ഒരാള് ഒരു കുറ്റം ചെയ്യുമ്പോൾ നാളെ അവർക്ക് ഇങ്ങനെ ഒരു അസുഖം നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നല്ലല്ലോ. എനിക്ക് ഇത്രയേ രേണു സുധി എടുത്ത് പറയുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്നത് എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. ആർക്കും ഈ ഒരു അസുഖം വരരുത് എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എത്രയും പെട്ടെന്ന് റിക്കവറി ആവും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു സഹോദരി ആയാലും ഞാൻ ഇങ്ങനെ പറയുള്ളൂ. ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞത് എന്താണ്, അതിലെനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല. പക്ഷെ ഇനി ഇങ്ങനൊരു സംഭവം വന്ന സ്ഥിതിക്ക് ഇനി അത് എത്രയും പെട്ടെന്ന് റിക്കവറി ആവട്ടെ. പിന്നെ എന്താണ്, ഇനിയെങ്കിലും ഇതൊരു തിരിച്ചറിവാവട്ടെ എന്നുള്ളതാണ്. അങ്ങനെ ഒരു മനസ്സ് താങ്കൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതൊരു തിരിച്ചറിവാണ്. താങ്കൾ തന്നെ പറയുന്നുണ്ട് ഇത് ദൈവം തന്നതാണ് എന്ന് താങ്കൾക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെയുള്ള പ്രവൃത്തികൾ ഇനി ചെയ്യാതിരിക്കുക. അങ്ങനെ ഒരു മനസ്സ് താങ്കൾക്ക് ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്യാത്തവരാരുമില്ല. അവരൊക്കെ തെറ്റൊക്കെ നമ്മുടെ നല്ല പ്രവർത്തികൾ അതൊക്കെ മാഞ്ഞു പോകും. ഇനിയെങ്കിലും നല്ല രീതിയിൽ ആരെയും കുറ്റം പ്രതി ഇതിനകത്തും ഒരുപാട് കള്ളങ്ങൾ താങ്കൾ പറയുന്നുണ്ട്. അത് വേണ്ട എന്നുള്ളതാണ്. അത് വേണ്ട. എന്തിനാണ് നമ്മൾ ഇനി കള്ളം പറയുന്നത്? വേണ്ട. ഈ കള്ളം പറയുമ്പോഴാണ് നമ്മൾ അത് ട്രിഗർ ചെയ്ത് ഇത് കള്ളമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. മനസ്സിലായത്? അപ്പൊ നമ്മുടെ ഇപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര സങ്കടമാണ് തേങ്ങയെന്നൊക്കെ പറഞ്ഞാലും സ്വന്തം വീട്ടുകാർക്ക് അമ്മ, അച്ഛൻ, മകൻ അവർക്ക് ഇല്ലാത്ത സങ്കടം വേറെ ആർക്കും ഉണ്ടാവില്ല. ഇതൊക്കെ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് അയ്യോ പാവം അവർക്ക് എങ്ങനെ അസുഖം വന്നു എന്ന് പറഞ്ഞ് അവിടെ തീരുക. നമ്മളൊക്കെ പുതിയ കണ്ടന്റുമായിട്ട് പോകുന്നു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് താങ്കളാണ്, താങ്കളുടെ വീട്ടുകാരാണ്, താങ്കളുടെ മക്കളാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവണം. താങ്കൾക്ക് അങ്ങനെ ഒരു ചിന്ത വന്ന് സ്ഥിതിക്കും. കാരണം ഞാൻ ചെയ്ത കുറെ തെറ്റുകളുണ്ട്, അതെനിക്ക് ദൈവം തന്ന ശിക്ഷയാണ് താങ്കൾ സ്വയമേ ചിന്തിക്കുന്ന സ്ഥിതിക്ക് ഇനി ആ രീതിയിൽ ജീവിക്കാൻ പറ്റും. ഇതൊക്കെ വെറുതെ രേണുവിനടുത്ത് പറയാൻ ഇതൊക്കെ ഒരു മനസാന്നിധ്യം കൊണ്ട് സുഖമായിട്ട് റിക്കവർ ചെയ്ത് വരാമെന്നുള്ളതേ ഉള്ളൂ. ഇനിയും താങ്കൾക്ക് ഒരുപാട് ഈ പറയുന്ന ആൽബത്തിൽ അഭിനയിക്കാനും ഒക്കെ സാധിക്കും. അതിനൊന്നും ഒരു പ്രശ്നവും വരത്തില്ല. ഇനിയെങ്കിലും ഈ പറയുന്ന മറ്റുള്ളവരെ വിമർശിക്കുന്ന രീതി, ഇനി കുറെ കാലം നമ്മൾ കുറെ ആൾക്കാർ വിമർശിച്ചു, ഇനി നല്ല രീതിയിൽ ജീവിച്ചു ഞാൻ ഉൾപ്പെടെയുള്ളവർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനും നമ്മൾ ഒരാളെ എപ്പോഴും ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ട് നടക്കുകയെന്നല്ല ചെയ്യുന്നത്. അവർ നല്ലത് ചെയ്താൽ നല്ലതെന്നും ചീത്ത ചെയ്താൽ ചീത്തതെന്നും പറയും. കാരണം നമ്മുടെ ഒരു റിയാക്ഷൻ ചാനൽ. അതാണ് എൻ്റെ പേഴ്സണൽ വളരെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞു. വീണ്ടും പറയുന്നു, എനിക്കൊരു റിഗ്രറ്റും ഇല്ല എന്നുള്ളതാണ്. ഇത് അറിയുമ്പോൾ സങ്കടമുണ്ട്. ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം വന്നല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറയും എനിക്കത് ചെയ്തതിൽ എനിക്ക് ഭയങ്കര സങ്കടം. അങ്ങനെ നമ്മൾ കള്ളം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എനിക്ക് ഇത്രയേ ഉള്ളൂ. ഇനിയെങ്കിലും എല്ലാ തിരിച്ചറിവ് ഉണ്ടായി താങ്കൾക്ക് ഇനിയും നല്ല ഒരുപാട് വർഷങ്ങൾ കിടക്കുന്നു, ഒരുപാട് ജീവിതം കിടക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.